ജയിലിൽ പോയ ആള് നല്ല സൂപ്പറാന്നാ പറഞ്ഞ ജയിലല്ലേ. എല്ലാം ഉണ്ട്, എല്ലാം രാവിലെ ഉപ്പുമാവും ഗ്രീൻ മസാല, അല്ലെങ്കിൽ ചപ്പാത്തിക്കും കടലക്കറി, പിന്നെ ചില ദിവസം ബിരിയാണി ഉണ്ടാവും. വെറുതെ അല്ലേ ചോദിച്ചോക്ക്. ചില ദിവസം ബിരിയാണി ഉണ്ടാവും, ചില ദിവസം മട്ടൺ, ചില ദിവസം മീനാവും. എന്റെ തലയ്ക്ക് പ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. പിന്നെ സിനിമ കാണാം. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? ചെസ് കളിക്കാം, ക്യാരംസ് കളിക്കാം. തനിക്ക് ഇതുവരെ കളിക്കറിയോ? തനിക്ക് ഇതുവരെ കളിക്കറിയോ? എന്റെ കൈ മെനക്കെടുത്താതെ പറഞ്ഞു. എനിക്ക് ചെസ് കളിക്കാൻ അറിയാം. ചെസ് കളിക്കറിയോ? എനിക്ക് എല്ലാം കളിക്കാൻ അറിയാം. എങ്ങനെ 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 എനിക്ക് എല്ലാം കളിക്കാൻ അറിയാം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. പിന്നെന്താണ്, എല്ലാ വെച്ചിട്ട് ഉണ്ട്. എല്ലാം ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞു. 6 മണിക്ക് എണീക്കണം, 9 മണിക്ക് ഉറങ്ങണം. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഒരു നൈറ്റ് ഞാൻ കണ്ടില്ല. പഴയ ചെയ്യുമല്ലോ. അയ്യോ സമ്മതിച്ചു സാറേ. ഊതിയതാ നീ. ഇപ്പൊ ആൾക്കാർ മഴയിൽ വരുമ്പോ ജയിലിലേക്ക് പോവാണ്. എന്ത് വരുമ്പോ മഴ വരുമ്പോ ജയിലിലേക്ക് പോവാ. സുഖമായ ജീവിതം, ഒരു ചടവുമില്ല. താനൊക്കെ എന്ത് മണ്ടാണോ. എന്നിട്ട് തന്റെ കുഴപ്പം എന്താന്ന് മനസ്സിലായി? അസൂയാണ് പോലും തിണ്ടി. ആർക്കായാലുണ്ടാവും അസൂയ. റുട്ടീൻ ലൈഫാണ്, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? പിന്നെ കൂടുതൽ ആൾക്കാരുടെ അടിപൊളിയാ. ഭയങ്കര വിവരമാണ് ഈ ക്രിമിനൽസിനെല്ലാം. ഒരു കള്ളനായിട്ട് വരുന്ന എന്നാ വിവരം അറിയോ? എൻസൈക്ലോപീഡിയ ആണ്. എന്തൊക്കെയാ പറയാനറിയാം. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. ആര് എന്റെ കൂടെ കള്ളനോ? എൻസൈക്ലോപീഡിയ. അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. എന്നാ വിവരം ലോനെ മുഴുവൻ പറയാണ്. എല്ലാ ലോ ആൾക്കാർക്കും മോഷ്ടിച്ചിട്ട് വന്നാണ്. താനത് എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക്. പോലീസുകാരൊക്കെ വിവരമുള്ള കള്ളൻ. പോലീസ് നല്ല പിന്നാട്ടെ. പണ്ടത്തെ പോലീസുകാരല്ലേ 5ാം ക്ലാസ് തുടങ്ങി അവരുടെ അടി ഇടിയാണ്. പിന്നെ ഇപ്പത്തെ എല്ലാം അങ്ങനെ കുഴപ്പമില്ല. നീ എന്നാടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ അല്ല, എന്നാലും ഇവിടുത്തെ പോലീസുകാരൊക്കെ വിവരമുള്ള കള്ളന്മാരുണ്ടെന്ന് പിന്നെ പോലീസ് എങ്ങനെ കള്ളനെ പിടിക്കും? അതിലൊരു ആളുടെ നല്ല ഗ്ലാമറുള്ള ആള്. ഞാൻ അടുത്ത ടോവിലോ ആളെ അടുത്ത മമ്മൂട്ടിയാണോ. അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. അവിടെ ബാലണ്ണൻ അവിടെ വന്നിട്ട് എന്തോ ക്യാരംസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് കാണിച്ചില്ലേ ഒരു ചേച്ചാണ് അവിടെ വരുമെന്നല്ല. പൊട്ടന്ന ലോക പൊട്ടനാണ്. അവനെങ്ങാനും ചെന്ന് കയറുമെന്ന് പേടിച്ചവൻ ചെയ്യുന്ന ഇതൊക്കെ. പാട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോ പാട്ട് കേൾക്കാം, സിനിമ പാട്ട് കേൾക്കാം. എവിടെ? ജയിലില്ല. ഇത് വേണം ഒരു ഹോസ്റ്റലിൽ പോയി ജീവിക്കുന്ന പോലെയാണ്. സ്കൂളിൽ ഹോസ്റ്റലിൽ പോയില്ലേ, നല്ല ചിറ്റായ ജീവിതം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരു ആണ് എല്ലാം ചെയ്തു. എക്സ്പീരിയൻസ് ആണ്. അതാ എന്താ ഒരാളെ അടിച്ചു. അടുത്ത പെണ്ണ്, ആ പെണ്ണ് കളകീസ് കൊടുത്തു. അവരെ അടിച്ചു വന്നു. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ എമ്പുരാണിൽ കാണിക്കണ്ടേ? ഞാൻ കണ്ടില്ല. അതെ, വെറുതെ പരിസരം വൃത്തിയുണ്ടാക്കണേ. ഞാൻ നേരത്തെ കണ്ട. എനിക്ക് ഒരു കഷ്ടപ്പെട്ട കണ്ട. പന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം. പിന്നെ നമ്മളവിടെ നടക്കുമ്പോ ജയിലിലെ ആൾക്കാർ ഫാൻ ഷാറാട്ടം അവിടെ ഭയങ്കര ഫാൻസ്. അവരുടെ കയ്യിൽ കാണിക്കാം. അവിടെ ഫാൻസ് പോലീസുകാർക്കെല്ലാം അറിയാം. ആറാട്ടിനോട് ആർക്കും വിരോധമൊന്നുമില്ല.
അതുകൊണ്ടാണ് പെണ്ണുങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാണ്. അവിടെ താമസിക്കാൻ ഒരു കഷ്ണം അടിച്ച് അല്ലേ? ആണ് സുഖജീവിതം. ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. ജയില് മിക്സ്ഡ് ആക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ സെൻട്രൽ ജയിലാണെങ്കിൽ ഏക്കർ കിടന്ന സ്ഥലമാണ്. നടക്കാം. അങ്ങോട്ടതിനെ അടുത്തും അതെ പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി നടക്കാം. കള്ളൻ എനിക്ക് എല്ലാം പറഞ്ഞു. ജയില് ലോ എല്ലാം പറഞ്ഞു. അതില് ഒരു മരം ഉണ്ടത്രേ. ആ മരം വലിയൊരു മരം. എന്നാ വിവരം അറിയാം. ആ മരത്തിന്റെ താഴെയൂടെ നമ്മൾ ഇങ്ങനെ നിഴലിലൂടെ നടന്നാലേ 100 കൊല്ലം നടന്നാലും ആ നിഴല് കഴിയൂല. അവിടുത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ്. പിന്നെ ഇഷ്ടിക സ്വർണവും വെള്ളി കൊണ്ടുള്ളതാണ്. കാരണം ഒരു 5-6 തവണ ജയിലിൽ വന്ന പാർട്ടീസാണ്. അവര് മഴക്കാലം ആകുമ്പോൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി വരുന്നതാണ്. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക്. അല്ലെങ്കിൽ പുറത്താളെ എത്തി ചെലവാണ്. എത്ര രൂപ ചെലവാണ്? സൂപ്പർ. ഇത് ആദ്യമായിട്ടാണ് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ജയിലൂമ്പി പോയി എന്റെ തൊപ്പി പോയി ഉറപ്പായി. അല്ല പിന്നെ അണ്ണനെ കേട്ടപ്പോ നിങ്ങൾ ഓർക്കണമായിരുന്നു. കുറെ പേര് ജയിലിലോട്ട് വരുന്നുണ്ട്. ഇതിലും വേറെ ജയിലൊക്കെ പൂട്ടുന്ന പുതിയ പരിപാടികൾ, പുതിയ ആളുകൾ വരാൻ പോവാണ്. ജയിലിന് ഫാൻസ് ആവുന്നു. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എങ്ങനെ ഇരിക്കുന്നു എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. ഇവിടെ എന്നെ അവസ്ഥ അതേക്ക് അങ്ങ് പൂട്ടിക്കോ. ജയിലൊക്കെ പൂട്ടിയേക്ക്. പരിപാടി ഇപ്പൊ അവസാനിപ്പിക്കുകയാണെങ്കിൽ വലിയ നാണക്കേടുണ്ടാവില്ല. നിങ്ങൾ ഇനി ഒന്നുകൂടെ ഒന്ന് പിടിച്ചിടാവോ? എടുക്കണ കയ്യേ. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? സ്റ്റേറ്റിനോടൊരു കാര്യം പറയട്ടെ. നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന വിഷയം അല്ലാണ്ട് എന്തൊക്കെ ആയിരുന്നു പിടിച്ച് അകത്താക്കി എന്തെങ്കിലും ആക്കി കളയാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലീസുകാരെ കൊണ്ട് ഉണ്ടാക്കാതെ വിചാരിച്ചോളാം. ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ. അല്ല, വഴക്കുണ്ടാക്കല്ലേന്ന്. ജയിലാണത്രേ ജയില്. കീഴടങ്ങി കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. ഞാൻ നോക്കിയിട്ട് തന്നെ ജാമ്യത്തിലിറക്കാൻ ആരും വരാതെ അവിടെ ഇരുന്നിരുന്ന് ലാസ്റ്റിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിറക്കണം. ഈ പാലും പശുവും തമ്മിലേ യാതൊരു ബന്ധവുമില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? എന്നെക്കാട്ടും വലിയ കള്ളന്മാരെല്ലാം പുറത്തിറങ്ങി നടക്കണം. അല്ല താൻ പെറ്റ ആൾക്കാരുടെ എല്ലാം കള്ളക്കേസാണ്. താനും കള്ളക്കേസാ. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. പുറത്താക്കെ. ഇയാളെ കേസ് എന്താ? താൻ എന്താ ചെയ്തേ ഒന്ന് പറഞ്ഞേ. അതെന്നെ പറയാത്തെ. ഞാൻ പറയാൻ തോന്നുന്നു. സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സർ. ഐ എം ഇംപ്രസ്ഡ്. താൻ പറയണ്ട, ഞാൻ പറയാം. ചില നടികൾ വേശ്യകളാന്നല്ലേ താൻ പറഞ്ഞത്. ചില നടികൾ. ഞാൻ ഒന്നും പറ്റുന്നില്ല. അതേടാ, രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. അതിനകത്ത് മലയാളം നടി എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ നടി എന്ന് പറഞ്ഞിട്ടില്ല. അതാ പറയണ്ടെന്നേ. ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇത് കഴിഞ്ഞിട്ട് വേശ്യകളാന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രൊഫഷൻ. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് പറ്റുന്നില്ല. താൻ ഈ കാര്യം നാളെ ഒരു പോസ്റ്റർ പ്രൊഫഷൻ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവിടെ കോടതി വരെ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അല്ല, പറഞ്ഞിട്ടുണ്ട്. മെൻഷൻ ചെയ്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രൊഫഷൻ ആണെന്ന്. അപ്പൊ അതുപോലുള്ള ഒരു കാര്യം ഏതാണ്ട് വലിയ മോശമായിട്ടുള്ള ഒരു മോശമാക്കുന്ന എങ്ങനെയാ ശരിയാകുന്നത്? ആർക്കത് മോശമാണ്? അങ്ങനെ മോശമാണെന്ന് വിചാരിക്കുന്നവരാരാ? എല്ലാം മുതുക്ക് കിളവികളല്ലേ. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ലെന്നേ. അവർക്ക് എന്താ പ്രശ്നമില്ലേ? അതെ അതെ, അവര് മനുഷ്യരെ വേറെ വേറെ ആയിട്ട് കാണുന്നവരാണോ? അതെ, സ്ത്രീകൾ തന്നെയാണ് ഇത് പറയുന്നത്. സ്ത്രീകളെ വേറെ വരുത്തി കാണുന്നത്. കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. അങ്ങനെ ഇപ്പോ ചില നടികൾ ഡോക്ടർമാരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി കൊടുക്കൂ?
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടെ ഇന്ത്യൻ ലോ അല്ലേ നമ്മളൊക്കെ അറിയേണ്ടത് അല്ലേ? ചില നടിമാർ ലോയേഴ്സ് ആണെന്ന് പറയുന്നു. ഉടനെ ഇവരൊക്കെ കൊണ്ട് കേസ് കൊടുക്കുവോ? ലോയേഴ്സ് അല്ലാത്ത സ്ത്രീകൾ കേസ് കൊടുക്കും. അതെ, അല്ലെങ്കിൽ ലോയേഴ്സ് ആയ സ്ത്രീകൾ കേസ് കൊടുക്കും. അതെ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. അതായത് നടികളായിരിക്കുന്ന ചിലർ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട പണിയാണ് എന്ന് ആറട്ടെണ്ണം പറഞ്ഞിരുന്നെങ്കിൽ റോങ്ങാ അല്ലേ? അത് മാത്രമേ റോങ് ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഇയാളെ എന്തിന് ഇത്രയും ദിവസം പിടിച്ചിട്ടെന്നുള്ളതിന് എന്തുവാണെന്നോ എനിക്കത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല.